നമസ്കാരം. ചാർജ് എടുത്തപ്പോൾ മുതൽ ഗതാഗത മന്ത്രി കെ ഗണേഷ് കുമാർ KSRTCയെ പച്ച പിടിപ്പിക്കാൻ ആവുന്നത്ര പണിയെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കുന്നുമുണ്ട്. ചിലതിലെല്ലാം പിണറായിയുടെ അനിഷ്ടം കാണേണ്ടിയും വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഗണേശൻ ഗൗനിച്ചില്ല എന്നതാണ് സത്യം. ഇപ്പോഴിതാ വീണ്ടും പുതിയ പരിഷ്കാരം നടപ്പിലാക്കിയിരിക്കുകയാണ്. KSRTC ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായുള്ള ബ്രീത്ത് അനലൈസർ സംവിധാനം നിലവിൽ വന്നതും പരിഷ്കാരങ്ങളുടെ ഭാഗമായി തന്നെ. സംസ്ഥാന വ്യാപകമായി KSRTC ജീവനക്കാർ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധന. മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശമാണ് നടപ്പിലാക്കുന്നത്. ആനവണ്ടിയെ ശരിയാക്കിയെടുക്കാനാണ് ഇതെല്ലാം നടത്തുന്നത്. ഡ്യൂട്ടിക്ക് എത്തുന്ന മുഴുവൻ ഡ്രൈവർമാരെയും വനിതകൾ ഒഴികെയുള്ള കണ്ടക്ടർമാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കൂ. ഡ്യൂട്ടിക്ക് എത്തുന്ന ജീവനക്കാർ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്ത് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതും ഇരു ജീവനക്കാരുടെയും ബ്രീത്ത് അനലൈസർ റീഡിംഗ് വേ ബില്ലിൽ രേഖപ്പെടുത്തേണ്ടതുമാണ്. ഇത് ഡ്യൂട്ടിയിലുള്ള ഷെഡ്യൂൾ ഇൻസ്പെക്ടർമാർ, സ്റ്റേഷൻ മാസ്റ്റർമാർ പരിശോധിച്ച് ഉറപ്പു വരുത്തേണ്ടതാണെന്നാണ് നിർദ്ദേശം. ഇതാണ് നടപ്പിലാക്കി തുടങ്ങുന്നത്. ബസ്സിൽ ഏതു സമയവും ആളുണ്ടെന്ന് ഉറപ്പാക്കാനാണ് തീരുമാനം. യാത്രക്കാർ കൈ കാണിച്ചാൽ സീറ്റുണ്ടെങ്കിൽ ഏതു സ്ഥലത്തും ബസ് നിർത്താനും നിർദ്ദേശമുണ്ട്. മിന്നൽ സർവീസുകൾ ഒഴികെയുള്ള ബസ്സുകൾക്കാണ് നിർദ്ദേശം ബാധകം. രാത്രി 10 മുതൽ രാവിലെ 6 വരെ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ആളുകളെ ഇറക്കാനും നിർദ്ദേശമുണ്ട്. ഭക്ഷണത്തിനായി ബസ് നിർത്തുന്നത് വൃത്തിയുള്ള ശുചിമുറികളുള്ള ഹോട്ടലുകളിലായിരിക്കണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ശുചിമുറികൾ ഉണ്ടെന്നും ഉറപ്പാക്കണം. മദ്യപിച്ച് ജോലിക്ക് കയറുന്നത് തടയാനാണ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ബ്രീത്ത് അനലൈസർ പരിശോധന നടത്തുന്നത്. ബസ്സുകളിൽ ഇനി മന്ത്രി ഗണേശിന്റെ മിന്നൽ പരിശോധനകളും ഉണ്ടാകും. കോർപ്പറേഷന്റെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിൽ യാത്രക്കാരിൽ നിന്നും ലഭിക്കുന്ന ടിക്കറ്റ് വരുമാനമാണ് ഏറ്റവും പ്രധാന വരുമാന സ്രോതസ് എന്നതിനാൽ ഓരോ ചെറിയ തുകയും വളരെ പ്രധാനപ്പെട്ടതാണ്. വഴിയിൽ നിന്നും കൈ കാണിക്കുന്ന യാത്രക്കാരൻ അന്നദാതാവാണ് എന്ന പരിഗണന നൽകണം. KSRTC ബസ് സ്റ്റേഷനിൽ നിന്നും ബസ്സുകൾ എടുക്കുമ്പോഴും ബസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും സ്റ്റോപ്പുകളിൽ നിന്ന് ബസ് എടുക്കുമ്പോഴും ബസ്സിൽ കയറുവാൻ കൈ കാണിക്കുന്ന എല്ലാ യാത്രക്കാരെയും നിർബന്ധമായും കയറ്റിയിരിക്കണം എന്നതാണ് നിർദ്ദേശം. ഇത് പാലിച്ചില്ലെന്ന പരാതികൾ കിട്ടിയാൽ ഗൗരവത്തോടെ തന്നെ കാണും. KSRTC MD ആണ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഉത്തരവ് പുറത്തിറക്കിയത്. KSRTC സ്വിഫ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് വരെയുള്ള എല്ലാ ബസ്സുകളിലും സീറ്റ് ലഭ്യതയുണ്ടെങ്കിൽ യാത്രാ മധ്യേ യാത്രക്കാർ കൈ കാണിക്കുന്ന ഏത് സ്ഥലത്തും ഏതു സമയത്തും അപകടരഹിതമായും ട്രാഫിക് നിയമങ്ങൾ പാലിച്ചും ബസ് നിർത്തി യാത്രക്കാരെ കയറ്റണമെന്നതാണ് ആവശ്യം. ബസ്സിൽ കയറുവാനും ഇറങ്ങുവാനും ബുദ്ധിമുട്ടുന്നവർ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, കുട്ടികൾ എന്നിവരെ ബസ്സിൽ കയറുവാനും ഇറങ്ങുവാനും കണ്ടക്ടർമാർ സഹായിക്കേണ്ടതാണ്. ടിക്കറ്റ് പരിശോധനാ വേളയിൽ കണ്ടക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രസ്തുത ജീവനക്കാരനെതിരെ കർശന നടപടി സ്വീകരിക്കും. ബസ് ഓടിക്കുമ്പോൾ നിരത്തിലൊപ്പമുള്ള ചെറുവാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും കരുതലോടെ കാണേണ്ടതും ഓരോ ജീവനും വിലപ്പെട്ടതാണെന്നുള്ള ചിന്ത ഓരോ നിമിഷവും നാം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുമാണ്. അപകടത്തിന് ഉത്തരവാദിത്വം ഇല്ല എന്നതിനേക്കാൾ അപകടം ഒഴിവാക്കുവാൻ വേണ്ട മുൻകരുതൽ എടുക്കുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും ജീവനക്കാരെ KSRTC MD അറിയിച്ചിട്ടുണ്ട്. ഓരോ ജീവനക്കാരും യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പരാതികളിൽ, ബുദ്ധിമുട്ടുകളിലെല്ലാം കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടതും പരിഹരിക്കാൻ നിയമാനുസൃതമായി സാധ്യമാകുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട ജീവനക്കാർക്ക് തുടർന്ന് എല്ലാ സംരക്ഷണവും കോർപ്പറേഷൻ ഒരുക്കുന്നതുമാണ്. നന്ദി.